ബ്രൂണോ ഫെർണാണ്ടസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാപ്റ്റൻ, വിൻസ് പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ക്യാപ്റ്റന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. ഇതെന്ന് പറഞ്ഞാൽ യൂഷ്വലി കൊടുക്കുന്നത് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുന്ന ക്ലബ്ബുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറിനായിരിക്കും. പക്ഷേ ഈ ഒരു സീസണിൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ബ്രൂണോ ആ ഒരു അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ബ്രൂണോ നേടിയിട്ടുള്ള ആ ഒരു റെക്കോർഡിന്റെ പുറത്താണ്. 20 അസിസ്റ്റ് ദിസ് സീസൺ. അതിന്റെ കൂട്ടത്തിൽ ഡയറക്റ്റ് ഗോൾ ഇൻവോൾവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ 28 ആണ്. പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ് ആക്ച്വലി ഇത് ജഡ്ജ് ചെയ്തതെന്ന് വെച്ചാൽ 3 ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് പബ്ലിക് വോട്ടിംഗ്. ഇപ്പം പബ്ലിക്കിന് അതിൻ്റെ അകത്ത് വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതിന് ഏകദേശം 10% വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം എല്ലാ ടീമിൻ്റെയും ക്ലബ് ക്യാപ്റ്റൻസിന് വോട്ട് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. പിന്നെ അതിനുശേഷം തേർഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പാനൽ ഓഫ് ജഡ്ജസ് ചേർന്നിട്ട് ആ ഫാക്ടേഴ്സ് എല്ലാം കൊളേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു അവാർഡിലേക്ക് എത്തുന്നത്. പിന്നെ പല ആൾക്കാർ പല പണ്ഡിറ്റ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡെക്ലൻ റൈസിൻ്റെ ഒക്കെ പേര് പറയപ്പെട്ടു. അപ്പോൾ ഡെക്ലൻ റൈസിനാണ് കൂടുതൽ സാധ്യത എന്നൊക്കെയാണ് ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസിനാണ് അവസാനം ഈ അവാർഡ് കിട്ടിയത്. സോ ഐ തിങ്ക് ദിസ് ഇസ് 100% ജെന്യുവൻ ജഡ്ജ്മെന്റ്. ഇപ്പോൾ ഡെക്ലൻ റൈസിന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു ലൈക്ക് വിത്ത് ദ ടീം. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും ലൈക്ക് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രൂണോ ആണ് ബെറ്റർ പൊസിഷനിൽ നിൽക്കുന്നത്. സോ എന്താ നിങ്ങളുടെ അഭിപ്രായം? ബ്രൂണോയ്ക്ക് കിട്ടിയതിന്റെ അവാർഡ് ജെന്യുവൻ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലെയേഴ്സിനാണോ കിട്ടേണ്ടിയിരുന്നത്? എന്താണെന്ന് വെച്ചാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ.